ഹലോ നമസ്കാരം. അങ്ങനെ ബിഗ് ബോസ് സീസൺ മലയാളം അവസാനിച്ചിരിക്കുകയാണ്. 7ൻ്റെ പണിയും കഴിഞ്ഞു. അനുമോൾ കപ്പും കൊണ്ട് വീട്ടിലും പോയി. പശുവും ചത്തു, മോരിലെ പുളിയും തീർന്നു. പക്ഷേ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. കുറച്ചാളുകൾക്ക് ഈ ബിഗ് ബോസിൽ വന്നതുകൊണ്ട് ഒരു പോസിറ്റീവും കിട്ടിയതുമില്ല, നെഗറ്റീവ് ഇമേജിലേക്ക് മാറുകയും ചെയ്തു. അവരെന്തായാലും കോടതിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എന്തായാലും നടക്കട്ടെ. അനീഷാണ് ഡിസർവിംഗ് കണ്ടസ്റ്റന്റ് എന്ന് സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നു. പക്ഷേ ഈ പറയുന്നവരൊക്കെ അനീഷിന് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് സംശയം. ആദിലയും നൂറയും നല്ല കളിക്കാരായിരുന്നു. പക്ഷേ ഇടയ്ക്ക് അവർക്കും എവിടെയോ പാളിച്ച പറ്റി. ഉള്ളത് അക്ബർ ഖാൻ. അദ്ദേഹത്തിന്റെ ഡബിൾ സ്റ്റാൻഡാണ് അദ്ദേഹത്തെ 5ാമതായി എത്തിച്ചത്. നല്ല ആക്റ്റീവായിരുന്ന ഷാനവാസനും പക്ഷേ ഒരു വെള്ളിയേട്ടൻ എന്നതിലേക്കപ്പുറം വളരാൻ കഴിഞ്ഞില്ല. കണ്ട സരികയല്ല നമ്മൾ ബിഗ് ബോസിനകത്ത് കണ്ടത്. എവിക്റ്റായി പുറത്തു പോയപ്പോഴാണ് ശരിക്കും അവർ ആക്റ്റീവ് ആയത് തന്നെ. കട്ടപ്പയെപ്പറ്റി പിന്നെ പറയണ്ടല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവർ തന്നെ താരം. RJ ബിൻസിക്കും മസ്താനിക്കും ഒരു ചലനവും ഈ തവണ ബിഗ് ബോസിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇയാൾ എന്തായാലും രക്ഷപ്പെട്ടു. കൂടുതൽ PR വർക്കുകൾ ഇദ്ദേഹത്തെ തേടിയെത്താനും ചാൻസ് ഉണ്ട്.